എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്തായിട്ട് കുഴുവൽപ്പടി KME എഞ്ചിനീയറിംഗ് കോളേജിനോട് വളരെ തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു 3 BHK വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം 600 മീറ്റർ മാത്രമാണ് വരുന്നത്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 7 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 10 കിലോമീറ്ററുമാണ് വരുന്നത്. കൂടാതെ ടൗണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 സെൻറ്റ് ലാൻഡിലായിട്ട് 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കാണുന്ന വീടിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി വീടിൻ്റെ എലവേഷൻ പറയുകയാണെങ്കിൽ പടിഞ്ഞാറ് ദർശനമായിട്ട് ഒരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ LED ലൈറ്റിങ്ങുകൾ കൂടി നല്ല ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ എലവേഷൻ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 25ഓളം വില്ലകൾ വരുന്നൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻഡിവിജ്വൽ റോഡുകൾ വരുന്നത് ഏകദേശം 4 മീറ്റർ വീതിയിൽ കട്ട വിരിച്ച റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു കോർണർ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു എലവേഷൻ വ്യൂ നമുക്ക് ഈ വീടിന് കാണാൻ പറ്റുന്നുണ്ട്. ഇനി കോമ്പൗണ്ട് വാളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിലുള്ളൊരു കോമ്പൗണ്ട് വാൾ കിട്ടുന്നുണ്ട്. ഗേറ്റിൻ്റെ പില്ലറിലൊക്കെ ആയിട്ട് നല്ല ഗേറ്റ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റും 4 അടിയോളം വരുന്ന ഒരു ഫോൾഡിങ് ഗേറ്റും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നമ്മൾ നേരെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഫോർസിൽ കിട്ടുന്നുണ്ട്. ഫ്ലോറിലായിട്ട് കടപ്പക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സൗകര്യം കൊടുത്തിരിക്കുന്നത്. കൂടാതെ KW വാട്ടർ കണക്ഷനുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഗത്തും അത്യാവശ്യം സെറ്റ് ബാക്കൊക്കെ കൊടുത്തിട്ട് 1-2 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ വരുന്നുണ്ട്. ഒരു 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഈ ഭാഗത്തേക്കും അത്യാവശ്യം ഒരു ചെറിയ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. CCTV സർവൈലൻസ് വീടിൻ്റെ 4 മൂലയിലുമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. LED സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു G7 സ്ലാബാണ് സിറ്റ് ഔട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്രൗൺ കളർ വരുന്ന സ്ലാബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. LED സ്പോട്ട് ലൈറ്റുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളെല്ലാം സീലിങ്ങിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുന്നത് പടിഞ്ഞാറ് ദർശനമായിട്ടാണ്. സിംഗിൾ പാളിയിൽ തീർത്ത മഹാഗണിയിൽ വരുന്ന തടിയിലാണ് ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ വീടിൻ്റെ ലിവിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു വലിയ കോർണർ സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. തെക്ക് ഭാഗത്തേക്കായിട്ട് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു 3 പാളി വിൻഡോ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിങ്ങുകൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നത്. വലിയൊരു TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ ഡൈനിങ്ങിൻ്റെ പാസേജിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളൊക്കെ ഒരു വുഡൻ കളറിൽ സിംഗിൾ ലോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഏകദേശം ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. വടക്ക് ഭാഗത്തേക്കായിട്ട് 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തും 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിലായിട്ട് വരുന്ന ഒരു വാഷ് കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെറയുടെ തന്നെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും സെറയുടെ തന്നെ പില്ലർ കോക്കും കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് നല്ല രീതിയിൽ ടൈൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു മിററിൻ്റെ വർക്ക് ബാലൻസ് നിൽക്കുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ് വരുന്നത്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. കിഴക്ക് ഭാഗത്തേക്കായിട്ട് ചിമ്മിണി വയ്ക്കാനുള്ള പ്രൊവിഷൻസ് വരുന്നുണ്ട്. കബോർഡ് വർക്കുകളൊക്കെ മാക്സിമം സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തേക്ക് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നത്. ഇനി കൗണ്ടർ ടോപ്പ് വരുന്ന ഒരു L ടൈപ്പിൽ വരുന്ന നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വയ്ക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ കിട്ടുന്നുണ്ട്. ക്വാളിറ്റിയുള്ള ഒരു സിങ്കും അതിനോടനുബന്ധിച്ചുള്ള സെറയുടെ തന്നെ സിങ്ക് കോക്കുകളും വരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ്, കിച്ചണോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ സൗകര്യങ്ങൾ വരുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകളും ഒരു നാനോ വൈറ്റ് കൗണ്ടർ ടോപ്പും കൊടുത്തിട്ടുണ്ട്. സെറയുടെ തന്നെ ഒരു സിങ്ക് കോക്കും നല്ലൊരു ക്വാളിറ്റിയുള്ള സിങ്കും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് പോകുന്നത്.
അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം സ്പേസ് തന്നെയാണ്. വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് പടിഞ്ഞാറ് വശത്തേക്ക് നല്ല വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഒരു കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഓഫീസ് ടേബിളിൻ്റെ സൗകര്യങ്ങൾ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡ്രസ്സിങ് ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലൊരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യവും സ്റ്റോറേജ് സ്പേസുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുള്ള ബാത്റൂം സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജാഗോറിൻ്റെ തന്നെ കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകളും ജാഗോറിൻ്റെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും സെറയുടെ ഒരു വാഷ് കൗണ്ടറും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് റൂമിൻ്റെ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന ഒരു സ്റ്റെയർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് ഇൻവേർട്ടറിൻ്റെ ക്യാബിൻ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ CCTV ക്യാമറയുടെ മോണിറ്റർ സൗകര്യങ്ങളൊക്കെ ആ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹാൻഡ് റെയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പാണ് ഹാൻഡ് റെയിലിന് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ഗ്രാനൈറ്റ് തന്നെ സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ഗ്രാനൈറ്റ് G7 സ്ലാബ് തന്നെ സ്റ്റെപ്പിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറിൽ വരുന്ന ഷെയ്ഡാണ് അതിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ നേരെ ഒന്നാമത്തെ ലാൻഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഭിത്തിയിലായിട്ട് നല്ലൊരു പർഗോള ഡിസൈനൊക്കെ കൊടുത്തിട്ട് ബിഹൈൻഡ് ഗ്ലാസ് ഒക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റഡായിട്ട് വരുന്ന ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹാൻഡ് റെയിലിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. തെക്ക് ഭാഗത്തേക്കായിട്ട് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തേക്കും ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം തന്നെയാണ്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്കായിട്ട് നമുക്കൊരു 4 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മേളിലുള്ള സ്റ്റിക്കർ വർക്കുകളൊക്കെ റിമൂവ് ചെയ്യാനുണ്ട്. എല്ലാം ഫിനിഷ് വർക്കുകൾ എല്ലാം തീർത്ത് തരുന്നതാണ്. ഇനി താഴത്തെ നിലയിലെ ബെഡ്റൂമിലെ പോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പളിൽ വരുന്ന വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷനെ കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെയാണ് നമുക്ക് അവിടെയും കിട്ടുന്നത്. സെയിം ഫിറ്റിങ്സുകളുടെ ഒരു കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂം സ്പേസിലേക്കാണ്. താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സ്ട്രക്ചറിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സെയിം വലിപ്പം തന്നെ നമുക്കിവിടെയും കിട്ടുന്നത്. ഏകദേശം 150ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഒരു ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി കബോർഡ് സ്പേസ് വരുന്നത് ഈ ഭാഗത്താണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഒരു 3 പാളിയിൽ തീർത്ത കബോർഡ് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. താഴത്തെ പോലെ തന്നെ ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ, ഒരു ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ട് ആ ഭാഗത്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബാത്റൂം സൗകര്യം വരുന്നത്. സെറയുടെ തന്നെ ജാഗോറിൻ്റെയും ഫിറ്റിങ്സുകളുടെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും പറ്റുന്നുണ്ട്. കൂടാതെ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇനി നമ്മൾ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കവേർഡ് ആയിട്ടുള്ള റൂഫ് ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഗ്രിൽ വർക്കുകളൊക്കെ സൈഡിലായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റുകളും സൗകര്യങ്ങളൊക്കെ ഭിത്തിയിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ ടെറസിലേക്ക് പോകാനായിട്ട് ഒരു സ്റ്റെയറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഡൂം വർക്കൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. ഡോറ് തുറന്ന് നമ്മൾ നേരെ ബാൽക്കണി സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു 8-10 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സീലിങ്ങിലായിട്ട് പ്രൊഫൈൽ ലൈറ്റുകൾ വരുന്നുണ്ട്. ലൂവർ പാനലിങ് വരുന്നുണ്ട്. LED സിലിണ്ടറൊക്കെ ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ SS-ൻ്റെ റെയിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം പടിഞ്ഞാറ് നിന്നിട്ടും തെക്ക് നിന്നിട്ടുള്ള കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ബാൽക്കണിയിൽ നിന്നിട്ട് ലഭ്യമാണ്.
എടപ്പള്ളി പുക്കാട്ടുപടി റോഡിലെ കുഴുവലിപ്പടിക്ക് അടുത്തായിട്ട് KME എഞ്ചിനീയറിംഗ് കോളേജിനടുത്ത് വരുന്ന ഏകദേശം 25ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് ലാൻഡിലായിട്ട് 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി വരുന്ന നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് വീടിൻ്റെ വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 87 ലക്ഷം രൂപയാണ് വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടും ഉള്ള ലോൺ സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഈ വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.